العزيز وإلى حضرة روح شيخنا سلطان العارفين الشيخ سيدي أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة روح شيخنا معين الدين الجشتي اللجميري قدس الله سره العزيز وإلى حضرة روح شيخنا صوفي شهيد الأرمادي على محمد رب صل عليه وسلم. പ്രഭാഷണം നിർവഹിക്കാനിരുന്ന ശ്രീമദ് സ്വാമി ആത്മദാസ്യാമി കേരളം സ്ഥലത്തെത്തിയിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ഗൗരവത്തോടെ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ಇನ್ನು ಪ್ರಾಸ್ತಾವಿಕ ಪ್ರಭಾಷಣ ಉಮ್ಮರ್ ಕೆಎಸ್ ನಮ್ಮ ಮಹಿಳಾ ಸಮಿತಿಯ ಸಂಚಾಲಕರು ಇವರಿಂದ ಒಂದೆರಡು ಮಾತುಗಳಲ್ಲಿ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳಲ್ಲಿ ಭಾಗವಹಿಸಿದ ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಬೇಕಾಗ್ತದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇಂತಹ ಒಂದು ಸುಂದರ ಕಾರ್ಯಕ್ರಮ ಮಾಡಿ ಈ ಒಂದು ಸಮಾಜದಲ್ಲಿ ಬರೀ ಒಂದು 10-12 ಯುವಕರು ಸೇರಿಕೊಂಡು, ನಿಮಗೆಲ್ಲ ಗೊತ್ತಿರುವ ಹಾಗೆ 20 ಯುವಕರನ್ನು ಸೇರಿಸಿಕೊಂಡು ಎಲ್ಲ ಇಲ್ಲಿನ ನಮ್ಮ ಧಾರ್ಮಿಕವಾದಂತ ಎಲ್ಲಾ ಸಂಘಟನೆಯನ್ನು ಒತ್ತು ಸೇರಿಸಿಕೊಂಡು ಸುನ್ನಿ ಆಶಯದ ಪ್ರಕಾರ ನಾವೆಲ್ಲರೂ ಒಟ್ಟಿ ಸೇರಿಕೊಂಡು ಇವತ್ತು ಪ್ರವಾದಿ ಸಂದೇಶ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದ್ದೇವೆ. ಇಂತಹ ಒಂದು ಸುಂದರ ಕಾರ್ಯಕ್ರಮ ಮಾಡಬೇಕಾದ್ರೆ ಇದಕ್ಕೆ ಹಗಲಿರುಳು ಕೆಲಸ ಮಾಡಿದಂತ ನಮ್ಮ ಆತ್ಮೀಯ ಸಹೋದರಿದ್ದಾರೆ. ಈಗಾಗಲೇ ನಮ್ಮ ಅಧ್ಯಕ್ಷರು ಹೇಳಿದ ಹಾಗೆ ಸುಮಾರು 10-12 ದಿವಸಗಳಿಂದ ರಾತ್ರಿ ಹಗಲನ್ನದೆ ತಮಗೆಲ್ಲ ಗೊತ್ತಿರಬಹುದು ತಮ್ಮ ಊರಿಗೆ ಬಂದು ನಮ್ಮ ಸರ್ಕಲ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಎಲ್ಲರೂ ನಮಗೆ ಸಹಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಇಡೀ ಬೇರೆ ಬೇರೆ ಕಡೆಗಳಲ್ಲಿ ಪರ್ಮಿಷನ್ ಕೊಡದ ಸಂದರ್ಭದಲ್ಲೂ ಕೂಡ ನಮಗೆ ಪರ್ಮಿಷನ್ ಕೊಟ್ಟು ನೀವೊಂದು ಕಾರ್ಯಕ್ರಮ ಮಾಡಿ, ನಿಮ್ಮೊಂದಿಗೆ ನಾವಿದ್ದೇವೆ, ಸುಂದರವಾದ ಕಾರ್ಯಕ್ರಮ ಮಾಡಿ ಅಂತ ನಮಗೆ ಪರ್ಮಿಷನ್ ಕೊಟ್ಟು ಸಹಕರಿಸಿದ್ದಾರೆ. ತಮಗೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತಾರೆ ಸರ್. ಖಂಡಿತವಾಗಿಯೂ ಈ ಒಂದು ಸಮಾರಂಭ ಈ ಒಂದು ನಾಡಿನ ಜನತೆಗೆ ಒಂದು ಸಂದೇಶದಿಂದ ಎಲ್ಲರೂ ಕೇಳಿಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮುಗಿಯುವವರೆಗೆ ಸ್ವಾಮೀಜಿಯವರ ಮತ್ತು ನಮ್ಮ ಧಾರ್ಮಿಕ ನೇತಾರರ ಎಲ್ಲ ಭಾಷಣಗಳು ಕೇಳಿ ಮುಗಿಯುವವರೆಗೆ ಕೂತ್ಕೊಂಡು ತಾವು ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳುವ ಸಂದೇಶವನ್ನು ನೀಡುತ್ತಾ ಒಂದೆರಡು ಮಾತುಗಳಿಗೆ ವಿರಾಮ ಆಗ್ತಾನೆ. Forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yonda Pravishya Mama Vachamimam Prasuktam Sanjeevayatya Shakti Dharaswadhamna Anyam Sahastacharana Shravanattvagadi Pranan Namo Bhagavate Purushaya Tubhyam Pranan Namo Bhagavate Purushaya Tubhyam. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഭാഗത്തേക്കൊക്കെ വരാൻ. ഇതിനു മുമ്പ് ഒരു 5-6 വർഷം മുമ്പാണ് മടികേരി അടുത്ത എവിടെയോ നപ്പോക്ലോ അങ്ങനെ എന്തൊരു സ്ഥലമാണ് അവിടുത്തെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ അധികവും അമ്പലങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ഉടുപ്പി, മൂകാംബിക അവിടെയൊക്കെയുള്ള പരിപാടികൾക്ക്, അവിടെയൊക്കെയുള്ള ക്ഷേത്ര പരിപാടികൾക്ക് ധർമ്മസ്ഥല, കുറേ കാലമൊക്കെ കുടജാദ്രിയിൽ പോയി അവിടെയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പോകാൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് ആരും അധികം താമസിക്കാനൊന്നും വിടാറില്ല. മറ്റത് കുടജാദ്രിയിൽ ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. കുടജാദ്രിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് പോകണം. അവിടെയൊക്കെ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാത്രി പോലും തങ്ങാൻ സമ്മതിക്കില്ല, നിയന്ത്രണങ്ങളായി. പിന്നെ ധർമ്മസ്ഥല, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും മലയാളമൊക്കെ മനസ്സിലാവുന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ കന്നഡ കേട്ടാൽ മനസ്സിലാവും,
കൊത്താൻ പറ്റൂല അല്ലേ? അങ്ങനെയാണ്. അതെ, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അണ്ടർസ്റ്റാൻഡിങ് അത് കന്നഡ ന്യൂസൊക്കെ കേൾക്കാറുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രത്യേക പ്രവാചകന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്മരണകൾക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പ്രവാചക ജയന്തി ജനനവുമായി ബന്ധപ്പെട്ടതിനെയാണ് ജയന്തി എന്ന് പറയാം. പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി 12 എന്ന് ഉറപ്പിച്ച് പറയുന്ന വിഭാഗങ്ങൾ കുറവാണ്. പലർക്കും അത് ഏതെങ്കിലും ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ആ സ്മരണ തന്നെ വേണ്ട എന്ന് പറയണവരുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കുമ്പോൾ മതങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാരുടെ, അവരുടെ സ്ഥാപകരുടെ ജയന്തിയും സമാധിയും ഒക്കെ ആചരിക്കുന്നതാണ് ഏറ്റവും മനുഷ്യ മനസ്സിന് നല്ലത്, അല്ലെങ്കിൽ അവരുടെ സംസ്കരണത്തിന് നല്ലത്. അവരുമായി ബന്ധപ്പെട്ട മതങ്ങളിലെ ആചാര്യന്മാരുടെ, അവരുടെ ഋഷിമാരുടെ, ഗുരുക്കന്മാരുടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്മരണ എപ്പോഴും നടത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എല്ലാവർക്കും രാവിലെ ബാങ്ക് തുടങ്ങുമ്പോൾ നമുക്കറിയാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തെയും ആ ദൈവത്തിന്റെ ആ സന്ദേശം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിമിത്തമായ ഒരു ദേഹ സംവിധാനത്തിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരാരും തന്നെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയിൽ നിന്നും മാത്രമല്ല തുടങ്ങുന്നത്. അത് പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആദിമ നൂറ്, ആ പ്രകാശം, അതിന്റെ ഒളി, അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സർവ്വസൃഷ്ടികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ഇസ്ലാമിന്റെ അനുയായിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഭക്തി. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ചരിത്രത്തിൽ എവിടെയോ ഉണ്ടായ ഒരു വ്യക്തിയായി അധപ്പതിപ്പിക്കുമ്പോഴാണ്, ചരിത്ര പുരുഷനായി മാത്രം കാണുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഈ വിശ്വാസം തന്നെയാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും താരതമ്യം ചെയ്തിട്ടാണ് സംസാരിക്കുക. ഇന്ന് നബിദിനമായതുകൊണ്ടും എന്നെ ശ്രവിക്കുന്നവരിൽ അധികവും നബിയുടെ അനുയായികളായതുകൊണ്ടും അതിന്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറയുന്നേ ഉള്ളൂ. അതാത് വേദികളിൽ വരുമ്പോൾ ചർച്ചിൽ പോകാറുണ്ട്. ആ സമയത്ത് അവിടെ ഖുറാനും ഭഗവത്ഗീതയൊന്നും പറയാറില്ല. 100% ബൈബിൾ എന്ന് പറയും. കാരണം 100% ബൈബിളിൽ നിന്ന് മാത്രം മണിക്കൂറുകളോളം സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അറിവ് ദൈവം തലച്ചോറിൽ തരുന്നുണ്ട് എന്നുള്ളതും. അതേപോലെ അമ്പലത്തിലെ പ്രഭാഷണത്തിൽ 100% ഏത് ടെക്സ്റ്റാണ്, രാമായണം പറയണ്ടെങ്കിൽ രാമായണം മാത്രം പറയാം. അല്ലാണ്ട് നമുക്കറിയുന്നൊരു വിഷയം മാത്രം ഏത് വേദിയിലും പറയുന്ന ചില ആളുകളുണ്ട്. അതും അവരെ മോശമാക്കി പറയല്ല, അല്ലെങ്കിൽ അവരുടെ അതല്ല. ചിലവർക്ക് അങ്ങനെയാണ്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എവിടെ പോയാലും എനിക്ക് എൻ്റെ ഹിന്ദുവിൻ്റെ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു ചില രീതിയുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട് ചെറുപ്പം മുതലേ എല്ലാ മതങ്ങളെയും പഠിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. അത് കാണാനും അറിയാനും അടുത്തിടപെടാൻ കൂടുതൽ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇസ്ലാമിൻ്റെ ഈ ഭൂമിയിൽ ആ ഒരു ത്വരീഖ്, അല്ലെങ്കിൽ ആ ഒരു വഴി സംവിധാനം, മുഹമ്മദീയ സംവിധാനം തുറന്നു കൊടുത്ത മഹത് വ്യക്തിയുടെ ജയന്തി അതാത് മതത്തിലെ ഭക്തന്മാർ കാണാം. യേശുവിനെ കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട്. യേശുവിനെ കുറിച്ചുള്ള നിക്യ സുനഹദോസിൽ കൂടിയ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെയാ പറയുന്നത്. സർവശക്തനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം, അവിടുത്തെ കർത്താവായ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിറന്നവനും എന്നാൽ പിറക്കാത്തവനും സർവസൃഷ്ടികൾക്കുള്ള ആദിജാതനും. അതായത് ഈ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഗുരുവാണ് എല്ലാത്തിനെയും മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ
ഋഷിയാണ്, ഗുരുവാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് സർവത്തിന്റെയും മുമ്പിലുള്ളത് എന്ന് പറയുന്ന ആ ആദി പരാശക്തിയായി നിലകൊള്ളുന്നത് പ്രവാചകനാണെന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള പഠനങ്ങളും പല സൂഫി സംവിധാനത്തിലും ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സത്ത്, ആ സത്ത് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് വന്നത് ഈ ഒരു മാസത്തിൽ 12-ാം തീയതിയാണ്, റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പൊതുവെയുള്ള അംഗീകരിക്കപ്പെട്ടതാണ്. അത് 12 ആഘോഷിക്കുമ്പോൾ നമുക്ക് എപ്പോഴും 12-ന് ശേഷമോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഈ റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആഘോഷം എന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിര് കടന്നതിന് ഒന്നിലേക്കും പോകാൻ പാടില്ല. അതാത് മതങ്ങളുടെ പൊതുവായ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അപ്പുറത്തേക്ക് അതിനൊരു മാർഗം പോകാൻ പാടില്ല. മനസ്സിൽ പറയാം, എന്റെ പേര് ആത്മദാസ് യമി. എന്റെ അച്ഛനെ എനിക്കറിയാലോ. ചിലവരുടെ അച്ഛനെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അച്ഛനെ നമുക്ക് നമ്മുടെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരും നിങ്ങൾ, അതായത് നിങ്ങളുടെ ഫാദറിന്റെ പേര് പറയാ, ഫാദറിന്റെ ഫാദർ, പിതാവിന്റെ പേര് പറയാം. ആ പിതാവിനെ എനിക്കറിയാം. ഇനി അദ്ദേഹത്തിന് ഒരു പിതാവ് ഉണ്ടാവണമല്ലോ. എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേരും എനിക്കറിയാം. അതിന്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1-2 ആളുകൾക്ക് പറയാനായിട്ട് കഴിയും. അതിന്റെ അപ്പുറത്തേക്ക്, അതായത് നിങ്ങളുടെ അച്ഛന്റെ 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 അച്ഛനെ ഓർമ്മയുള്ള പേര് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചാൽ മതി, പറയണ്ട. തങ്ങൾ ഫാമിലി ആണെങ്കിൽ ഉണ്ടാവും, കാരണം അവർക്ക് സിൽസിലി ഇല്ലേ, തങ്ങളാണ് അല്ല. ഒന്ന് നോക്കൂ, ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ധൈര്യത്താല് ഇവ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാതെ എന്തോ ആയിക്കോട്ടെ, എന്നാൽ അപൂർവമാണല്ലോ. തങ്ങൾ ചിലപ്പോൾ തങ്ങന്മാർക്ക് അങ്ങനെ ഉണ്ടാവും. ഒരു യമനിൽ നിന്ന് വന്നവരുടെയൊക്കെ അങ്ങനെ ഒരു 10, 15, 20 തലമുറയൊക്കെ പറയാറുണ്ട്. അതെന്താ, നമുക്ക് അച്ഛന്റെ 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 പേര് അറിയില്ല, അതിനപ്പുറത്തേക്ക് തീരെ അറിയില്ല. ഇവിടെ വരെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞാലോ, എന്താ അവിടെ ഒരു അച്ഛൻ ഇല്ലായിരുന്നു, അവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നില്ലേ? ഇതാണ് സ്മരിക്കാനുള്ള പ്രശ്നം. ഇത് മതങ്ങൾക്ക് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്.